മോളെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നേ? ഇവിടെ നിന്നിട്ട് ഒരു മനസമാധാനം കിട്ടുന്നില്ല ജാനകിയേച്ചി. എനിക്ക് വീട്ടിലേക്ക് പോണം. മോൾ എന്താ ഈ പറയുന്നേ? എനിക്ക് വീട്ടിലെത്തിയിട്ട് എന്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും അമ്മയുടെയും ഏട്ടന്റെയും ഒക്കെ അടുത്തിരിക്കണം. അവിടുത്തെ പ്രശ്നങ്ങൾ എന്തായിന്ന് അറിയണം. ഇവിടെ കിടന്ന എന്റെ കണ്ണടയില്ല ജാനകിയേച്ചി. എന്റെ മോളെ, ഇന്നലെ ഞാനല്ലേ കണ്ടുള്ളൂ നീ ഛർദിച്ച് തളർന്നു പോയത്. അതിന്റെ ക്ഷീണവും തളർച്ചയും ഇപ്പോഴും ഉണ്ട് നിനക്ക്. വണ്ടിയെ കയറി കുറേ ദൂരം യാത്ര ചെയ്യാൻ നിനക്ക് പറ്റില്ല. പലയിടത്തും വീണു പോന്നീ. അങ്ങനെയും മറ്റോ വന്നു പോയാ അത് ഉള്ളിലുള്ള ജീവനെയല്ലേ ബാധിക്കുക? മോള് തന്നെ ഒന്ന് ഓർത്തു നോക്കിയ. 3 മക്കളെ പ്രസവിച്ച അമ്മയാണ് മോളെ ഞാൻ. നീയും എനിക്കിപ്പോ മോളെ പോലെ തന്നെയാ. അതുകൊണ്ട് പറയാ, കണ്ണും വായും കൂടെ വളർന്നു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നും ചെയ്തുകൂടാ. നാളെ വീട്ടിൽ ആവശ്യമുള്ള പൈസ എത്തിക്കാമെന്ന് കുഞ്ഞമ്മ മോൾക്ക് വാക്ക് തന്നല്ലേ? ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ മോൾക്ക് ഇവിടെ നിൽപ്പുറയ്ക്കില്ലെന്ന് കുഞ്ഞമ്മയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഉറപ്പായിട്ടും കാശെത്തും. മോളുടെ ഏട്ടിനെ ചികിത്സിച്ചതിന്റെ കടം വീട്ടുകാര് വീട്ടുകയും ചെയ്യും. പിന്നെ വീട്ടിലേക്ക് പോകുന്ന കാര്യം, അത് കുറച്ചു ദിവസം കഴിഞ്ഞ് ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് കുഞ്ഞമ്മയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പോകാം. അതല്ലേ നല്ലത്? അത് തന്നെയാ മോളെ നല്ലത്. ഒന്ന് സമ്മതിച്ച് മനസ്സ് തുറന്നൊന്ന് ചിരിക്കും മോളെ. ജാനകിയേച്ചി പറഞ്ഞതുപോലെ ചെയ്യാം. ഈ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടപ്പോ തന്നെ എന്ത് സന്തോഷമായെന്നറിയോ എനിക്ക്. ഇനി സങ്കടപ്പെട്ട് കാണരുത് കേട്ടോ. വയറ്റിലിരുന്ന് ഒരാളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങുന്ന സമയമായി. അതിനെ സന്തോഷിപ്പിക്കാനുള്ളതേ ഇനി ചെയ്യാവൂ. നല്ല ആഹാരം കഴിക്കുക, നല്ല പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ള ബുക്ക് വായിക്കണം. ഗർഭകാലത്ത് അങ്ങനെയൊക്കെ ചെയ്താലേ മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടൂ. എനിക്കറിയാം ഇപ്പൊ എന്താ നിന്റെ മനസ്സിലെന്ന്. മറ്റൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എല്ലാം ഈശ്വര നിശ്ചയം പോലെ വരട്ടെ. സത്യം വന്നല്ലോ. ഇന്നൊരു വിശേഷമുണ്ട്. ഞാൻ ഇപ്പൊ ഓടി വരാം. ആഹാ, എത്തിയോ? പറഞ്ഞതെല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ. ഇതാ എന്താ? കൊതികൊണ്ടേ എനിക്ക് ഇരിക്കപ്പുറതിയില്ല. ഒരു പ്ലേറ്റ് എനിക്ക് എടുത്ത് വെച്ചേക്ക്. നിന്റെ ഒരു പൂതി. നിനക്ക് ഗർഭം വന്നിരിക്കുമല്ലേ? ചെറുക്കന്റെ ഒരു കാര്യം. ഇവിടെ ഇതെന്താ നോക്കി? ഇതെല്ലാം മോൾക്ക് വേണ്ടിയുള്ളതാ. കഴിക്ക്. മോളിതെല്ലാം കഴിക്കണേ. കളല്ലേ? അതോടെ കഴിക്കും.